വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോട്ടയം സ്റ്റൈൽ കക്കയിറച്ചി തോരൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയ ഒരു 1/2 കിലോ കക്കയിറച്ചിയിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മീറ്റ് മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് പറ്റിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ആദ്യം നമ്മൾ ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതിലിടാൻ വേണ്ടിയുള്ള 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 10 കഷ്ണം ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും, 1 മുറി തേങ്ങ ചിരകിയതും, 2 പച്ചമുളകും. ഇത്രയും കൂടെ നമ്മളെടുത്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മളൊരു കടായി വെച്ച ശേഷം അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 2 വറ്റൽമുളക് ആ കടുകിലേക്ക്, ആ തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വറ്റൽമുളകും നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി കഴിയുമ്പം നമ്മൾ ഒരു 10 കഷ്ണം ചെറിയുള്ളി, നമ്മളൊരു 1/2 കിലോ കക്കയിറച്ചിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിന് ഒരു 10 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന 2 പച്ചമുളക് നെടുകെ കീറിയത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. നമ്മളൊരു ശക്കല ഉപ്പും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കക്കയിറച്ചി ഉപ്പിട്ട് തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്, ഈ മിക്സിലേക്ക്. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുത്തു. നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സവോളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്തേക്ക് നമുക്കതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് നമ്മൾ ചേർക്കുക. അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഈ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണം നമുക്ക്. അപ്പം നമ്മൾ ആ തേങ്ങ ചിരകിയതും കൂടെ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ 1/2 കിലോ കക്കയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കൂടുതലുണ്ട്, അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ ഏകദേശം നല്ലൊരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ മിക്സ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളർ എല്ലാം കൂടെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി, അതായത് നമ്മൾ 1/2 കിലോ കക്കയിറച്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അത് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. ഇനി നമ്മൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മീറ്റ് മസാലയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു കളർ മാറുന്നത് വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ട് എത്ര നേരം വഴറ്റി കൊടുക്കുന്നോ അതനുസരിച്ച് അതിൻ്റെ കളർ മാറി ഒരു കറുപ്പ് കളറിലേക്ക് വരും. നന്നായിട്ട് വറുത്ത് കിട്ടും, നമുക്ക് ഫ്രൈ ആവുന്ന ഒരു കളറിലേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കക്കയിറച്ചി തോരൻ ഇവിടെ ഏകദേശം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ഇനിയുമുള്ള വീഡിയോസ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
കക്കയിറച്ചി നമ്മൾ കഴിക്കുന്നതിൽ ഒരുപാട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ വൈറ്റമിൻ B6 ഉണ്ട്, B12 ഉണ്ട്. അയൺ വളരെ സമ്പുഷ്ടമാണ് ഇതിൽ. അതുപോലെ തന്നെ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ എന്നിവയെല്ലാം ഇതിലുണ്ട്. അങ്ങനെ കക്കയിറച്ചി നമ്മൾ കഴിക്കുന്നത് മെയിനായിട്ടും തൈറോയ്ഡ് പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കക്കയിറച്ചി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ കക്കയിറച്ചി നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ട്. ഇപ്പോൾ കക്കയിറച്ചിയൊക്കെ നമ്മൾ ഡെയിലി ഒന്നും കഴിച്ചില്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കുറച്ച് കഴിക്കുന്നതും ഇങ്ങനെ ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്, ഒരു ഡിഫറെൻ്റ് ആയിട്ടൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കക്കയിറച്ചി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.